ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ ലക്ഷദ്വീപിലെ ഡേ 2 ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ എന്തോ ഒരു സ്പെഷ്യൽ ഫുഡാണ്, പേര് എനിക്കറിഞ്ഞൂടാ. പിന്നെ ഇതുവരെ എന്നെ പറ്റിച്ചു എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പണ്ടൊക്കെ കടലക്കറി കണ്ടിട്ട് ചിക്കൻ്റെ മസാല ഇട്ടിട്ട് അതേപോലെ സംഭവം അത് മീനായിരുന്നു കേട്ടോ. നല്ല കഷ്ണം മീനായിരുന്നു. പക്ഷെ ഞാൻ ചിക്കൻ കറി കഴിച്ചതിൻ്റെ സ്മെല്ലുണ്ട്. പിന്നെ നമ്മൾ ബേബി ജോണൊക്കെ കളിച്ചു. പിന്നെ എന്താണ് നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ, നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ പോണത് മെയിനായിട്ട് കയാക്കിങ്ങും സ്കൂബയും ചെയ്യാനാണ്. ഇത് പിന്നെ അവിടെ ഇന്ന് കപ്പിൽ വന്നതാണ്. അവർക്ക് കപ്പിൽ വരുമ്പോൾ മാത്രമേ ഫുഡ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഫുഡ് ഐറ്റംസ് കണ്ടോ, ഒരു കറിവേപ്പിലൊക്കെ കൊണ്ടുപോകണുണ്ടോ, വലിയ കാടും വെള്ളമൊക്കെ കൊണ്ടുപോകണമായിരുന്നു. നമ്മൾ ഇച്ചിരിയൊക്കെ കൊണ്ടുവന്നുള്ളൂ. അവർ വലിയ വലിയ കട്ടുകളാക്കിയിട്ട് കൊണ്ടുപോകണേ. അവർക്ക് കപ്പിൽ വരുമ്പോഴേ ഫുഡ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായിട്ടോ. കാരണം നമ്മളൊക്കെ ഓടിപ്പോയി വാങ്ങിക്കുന്നത് സംഭവം അവർക്ക് എന്നാണോ കപ്പൽ വരുന്നത് അന്ന് ലാവിഷായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എത്തിക്കണം കേട്ടോ. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്നോർക്കലിംഗ് ആണ്. ഹൈവാ, എനിക്ക് വ്യൂ കൊണ്ട് കാണുമ്പോൾ എന്തിനാ അങ്ങോട്ട് പോകുന്നതെന്ന് തോന്നും. അത്രയ്ക്ക് അടിപൊളി. എങ്ങനെയുണ്ട് ഇത്? നമ്മൾ സ്കൂബയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിക്കും. നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് അതൊക്കെ ഞാൻ കാര്യമായിട്ട് സൈൻ ചെയ്തിട്ടോ. ഒന്നുമില്ല, വെറുതെ ഒരു എസ് നോയ അടിക്കാനുള്ള, വേറെ ഒന്നുമില്ല. പിന്നെ നമ്മളെ പേര് ഇത് അഡ്രസ്സ് ചെയ്യും. പിന്നെ ഇതെൻ്റെ കുറച്ച് പട്ടീഷോ, കുറച്ച് റീൽസ് എടുക്കലാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഇയാൾ നല്ല ചില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇവർ നമ്മളെ കയാക്കിങ്ങിന് കൊണ്ടുപോകണം. മുൻപ് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടാന്ന് സെറ്റാക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കയാക്കിങ്ങിന് പോയി. സംഭവം എനിക്ക് ഓർമ്മ വന്നത് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. നമ്മളിതിൻ്റെ ഒരു ടെക്നിക്ക് പഠിച്ച് കിട്ടിയാൽ അടിപൊളിയായിരിക്കും. ആദ്യമൊക്കെ നമ്മൾ എന്താ പറയുക, എനിക്ക് ഓർമ്മ വന്ന് മായാവി ഫിലിമിൽ സലീം കുമാർ ഉണ്ടല്ലോ, ഹൊയ് 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 ഹൊയ്, ആ അവസ്ഥയെന്ന്. പിന്നെ ഞങ്ങൾ റൈറ്റ് ലെഫ്റ്റ് എന്നും പറഞ്ഞാണ് പരേഡൊക്കെ നിർത്തിയിട്ടാണ് പോയത്. അങ്ങനെ കയാക്കിങ് കഴിഞ്ഞ് വീട്ടിലെത്തി ഫുഡ് കഴിച്ചു. താൻ നിൽക്കണ ചുവപ്പ് കുപ്പായമുള്ള, ചുവപ്പ് കോളറുള്ള കുപ്പായമുള്ള ആളുണ്ടല്ലോ, ആണ് നമ്മുടെ കഥയിലെ നായകൻ. ഇന്ന് ആൾക്ക് വലിയ റോളൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ആൾക്ക് നല്ല റോളുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്യൂബക്ക് പോവുകയാണ്. ഓ എൻ്റെ പൊന്നോ, ഇതിൻ്റെ പാർട്ട് 3 ആയിട്ട് ഞാൻ വിടാം കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഒരു മാറ്റുകയാണ്. ഈ കപ്പലിൽ കയറിയിട്ട് കുറച്ചും കൂടി ഈ ബോട്ടിൽ നിന്ന് ആ ബോട്ടിൽ കയറിയിട്ട് കുറച്ചും കൂടി പോയിട്ടാണ് നമ്മൾ സ്കൂബയുടെ ഡെസ്റ്റിനേഷൻ ഉള്ളത് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ആൾ സ്കൂബ. നമ്മൾ ട്രെയിൻ ചെയ്യിക്കണ 4 പേരുണ്ട്. അതിൽ മെയിൻ ഒരാൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരികയാണ്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ വെള്ളത്തിൻ്റെ അടിയിൽ പിന്നെ സംസാരമില്ലല്ലോ, ഒൺലി ആക്ഷനാണ്. അപ്പോൾ സാറെന്ന് പറയാമല്ലേ, ഓക്കെ, അവർ ക്ലാസ് എടുത്ത് തരികയാണ്. നല്ല അടിപൊളിയായിട്ട് ക്ലാസ് ഒക്കെ എടുത്തു തന്നു. ക്ലാസ് വെച്ച് പറയല്ലോ, ഞാൻ കാര്യമായിട്ട് 10ാം ക്ലാസ് +2 പോലും ഇതുപോലെ കണ്ടിട്ടില്ല. ഇതാണ്ട് കെട്ടിയാൻ ആൾ ആദ്യമായിട്ട് ഇറങ്ങാൻ കേട്ടോ. ആദ്യമായിട്ടെന്നല്ല, ഞാനാണ് എന്താ പറയുക കാവടി തുള്ളി പോയത്. ലാസ്റ്റ് ട്രാജഡിയായി പോരേണ്ട അവസ്ഥയായിരുന്നു. ഇങ്ങേരെ നോക്കി നിൽക്കുന്ന വിചാരിച്ചു, പക്ഷെ ഇങ്ങേരെ അടിപൊളിയായിട്ട് പോയി വന്നു. അതാണ് ഉണ്ടായത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് പാർട്ട് 3 കാണാം കേട്ടോ. ബൈ.